അതാ അങ്ങോട്ട് നോക്കൂ. എങ്ങോട്ട്? തന്നോടല്ല ഇപ്പൊ ഓഡിയൻസിനോടാണ്. അതാ അങ്ങോട്ട് നോക്കൂ. മന്ദാരം കുന്നിലെ മാമരച്ചോട്ടിയിലെ, മന്ദാരം കുന്നിലെ മാമരച്ചോട്ടിയിലെ മഞ്ഞക്കാമല പോലെയുള്ള ഒരു കൊച്ചു ഗ്രാമം. ആ കൊച്ചു ഗ്രാമത്തിലൂടെ ഒരു ചെറുപ്പക്കാരനായ യുവ കോമളൻ മന്ദം മന്ദം നടന്നു വരികയാകും. വഴിയോരത്തെ കൊച്ചു കുടിലിനു മുമ്പിൽ അയാൾ നിന്നു. ശ്യാമസുന്ദരമായ കുടിൽ. മുറ്റത്താരുമില്ല, ശൂന്യം. അയാൾ ജനലിനുള്ളിൽ കൂടെ മെല്ലെ മെല്ലെ ഒളിഞ്ഞു നോക്കി. അതാ അയാൾ വരുന്നു. മന്ദം മന്ദം മുന്നോട്ട് 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 വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഒരടി മുമ്പോട്ട് വെക്കരുത്, എന്തും സംഭവിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ സമയമാണ്, ക്രിട്ടിക്കൽ ടൈം. ചുറ്റും ശത്രുക്കളാണ്. പേടിക്കണ്ട, മുകളിലിരിക്കുന്നവന്റെ കൃപ നിങ്ങൾക്കുണ്ട്. ഗോഡ് ഈസ് ദേർ. ശുദ്ധ ജാതകമാണ്. സോ യു ഡോണ്ട് വറി. ഇത് എന്തെങ്കിലും വറി ഉണ്ടെങ്കിൽ തന്നെ ഞാനിവിടെ ഇരിപ്പില്ലേ, ജാതക കൃഷ്ണ. പുതിയതായി വന്ന ആയുർവേദ ഡോക്ടർ ചെറുപ്പക്കാരനാണെന്ന് കമ്പൗണ്ടർ പറഞ്ഞു. പക്ഷേ ഇത്ര സുന്ദരനാണെന്ന് ഞാൻ കരുതിയില്ല. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഞാൻ നമ്മുടെ പുതിയതായി വന്ന ഡോക്ടർ എന്ന് പരിചയപ്പെടാൻ വന്നതാ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കണ്ട. വരട്ടെ. ആ കൃഷ്ണ, വാടക കൃത്യമായി കൊണ്ടുതരണം. വരട്ടെ. ഒന്ന് പരിചയപ്പെടാൻ വന്നാ. ഇരിക്കൂ. ഐ എം ജാതക് കൃഷ്ണ, ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഹോറോസ്കോപ്പ്. അപ്പുറത്താ. ഞാൻ കണ്ടു. എന്നെയോ? അല്ല, ബോർഡ്. എന്റെ പേര് ആനന്ദൻ. ഇവിടെ എവിടാ താമസം? ഓഫീസേഴ്സ് കോളനിയില, 2nd സ്ട്രീറ്റ്, 7A. അറിയൂ, എനിക്ക് ഓഫീസേഴ്സ് കോളനി നല്ല നിശ്ചയമില്ല. ഇന്നാരും പഠിപ്പിക്കണ്ട. വേണ്ടി വന്നാൽ താഹ ഒറ്റക്ക് പാടും, പറയും ചെയ്യും. ഇത് താനൂർ താഹയാണ് പറഞ്ഞത്, മനസ്സിലാക്കണം കേട്ടോ. എന്ത് മനസ്സിലാക്കി നിങ്ങള്? ഇന്നാരും പഠിപ്പിക്കാൻ നോക്കണ്ട. എന്താണോ താഹയുടെ ഒരു ബഹളം? അല്ല, എനിക്ക് താളല്ല, നിന്റെ പക്കമേളക്കാരെ. ഇന്നെന്റെ ഉമ്മ വെച്ചത് എന്നെ ഒരു താളത്തിലാണ്, ആദ്യ താളം. ഇതാണ് സുപ്രസിദ്ധ ഗാഥകൻ താനൂർ താഹ. അഭിവാദനങ്ങൾ. ഡോക്ടർ സാർ വന്നു എന്നുള്ളൊരു കമൗണ്ടർ പറഞ്ഞു. നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇതെന്ത് സന്തോഷാണ്? സന്തോഷിക്കാൻ കിടക്കണതല്ലേ ഉള്ളൂ. സത്യത്തിൽ ഡോക്ടറുടെ ജീവിതത്തിലെ ഒരു ചേഞ്ചിന്റെ സമയമാണിപ്പോ. എന്ത് ചേഞ്ച്? ഇതങ്ങനെ ചുമ്മാ പറയേണ്ട കാര്യമല്ല. ദക്ഷിണയും ചില്ലറ ചെലവുകളും ഒക്കെ ഉണ്ടല്ലേ? അതെ. വിനോദി ഇവൻ പറഞ്ഞതാ. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഹലാക്കിനോട് ചോദിക്കാം. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ കമ്പ്യൂട്ടറിനെ ഹലാക്ക് എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. സോറി. ഒരു വിവരമില്ല സാർ. ആർക്ക്? മാഡം, മാഡം. ഗുഡ് മോർണിംഗ്. One second, please. ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? I am ജാതക് കൃഷ്ണ. ജാതക് കൃഷ്ണ. എന്താ കാര്യം? ഞാൻ പ്രൊഫഷണൽ ക്യാൻവാസിംഗിന് ഇറങ്ങിയതാ. എന്ത് ക്യാൻവാസിംഗ്? എന്റെ പ്രൊഫഷൻ ജാതകം എഴുത്താണ്. കൈകൊണ്ടല്ല, വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഹോറോസ്കോപ്പിംഗ്. എനിക്ക് ഇതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല, വിശ്വാസവും ഇല്ല. എന്നാ മാഡത്തിന് വിശ്വാസമുള്ള ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ, ഫൈൻ സ്കോച്ച് ബ്ലെൻഡ്. എനിക്ക് ഈ ജാതകത്തിൽ വലിയ ഇൻട്രസ്റ്റാ, പ്രത്യേകിച്ചും ഈ കമ്പ്യൂട്ടർ ഹോറോസ്കോപ്പ്. The sun, moon, planets and rainbow. Oh, wow. മാഡം, എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. This is original? ഒറിജിനൽ. ഇനി എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. കുറച്ച് ഗോസിപ്പിംഗ് വേണം. ഉറക്കും. ഇത് ഞാനാ. എന്താ? ഒരു കോള് വരുന്നുണ്ട്. ബുക്കിംഗ്. പിന്നെ അല്ലാതെ തന്റെ ബോർഡിലോട്ടായിരുന്നു നോട്ടം. നല്ല റേറ്റ് വാങ്ങാവുന്ന പാർട്ടിയാണെന്ന് തോന്നുന്നു. നേരോ? പഠിച്ചവരെ നീ കാത്തു. ഞാൻ നമ്മുടെ പഴയ നമ്പറുമായിട്ട് വരാം. വേഗം റെഡിയാവും. തന്റെ സുനാമണി ഇവിടെ ഫോൺ. വേഗം വേഗം വേഗം. വേഗം റെഡിയാവും. ഓക്കെ.
അയ്യോ സോറി, ഡേറ്റ് എന്താണ് കാര്യം സംശയം കേട്ടോ. 21-ാം തീയതി വരെ ഒഴിവേണ്ടേ? എന്ത് റേറ്റ് പ്രശ്നമില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഡേറ്റ് ഒക്കെ വേണ്ടേ? ഒരു മിനിറ്റ് ഇരിക്കും. 21, 2, 3, 4 ഒക്കെ ബുക്കിംഗ് ദിവസങ്ങളാണ്. ഉത്സവ സീസൺ അല്ലേ, ഞാൻ എന്ത് ചെയ്യും? പിന്നെ 25-ന് ശേഷമാണ് ഈ നോർത്ത് ഇന്ത്യൻ ടൂറാ. അതുകൊണ്ട് ഇപ്രാവശ്യങ്ങള് വേറെ ആളെ ട്രൈ ചെയ്യും. അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. ഓക്കെ? ആ, ആരാണ്, എന്താണ്? സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എവിടുന്നാ? മുല്ലപ്പള്ളി വനയ്ക്കെന്ന് ഓരത്തെ നാള് തിരുമേനയുടെ വകയായിട്ട് അമ്പലത്തിലേക്ക്. ഓഹോ, ആ ഭാഗത്തൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. സാറ് തന്നെ വരണം. പൈസ മുടക്കിയിട്ട് അവസാനം നാട്ടുകാരെ കുറ്റം പറയരുതല്ലോ. ആ, എന്നാ ഡേറ്റ്? 15-ാം തീയതിക്ക് 30-ന് ഇടയ്ക്ക് എന്നും ആകാം. അതിപ്പോ അതിനിടയ്ക്ക് എനിക്ക് ഒഴിവുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അയ്യോ അങ്ങനെ പറയരുത് സാറേ. തുമ്പിക്കയുടെ നീളവും കൊമ്പും വാലും തലയെടുപ്പും ഒക്കെ കേമം തന്നെ. എന്നാലും സാറ് വന്നൊന്ന് പരിശോധിച്ച് അസുഖമൊന്നുമില്ലെന്ന് പറഞ്ഞാ മതി. തുമ്പിക്കൈയും കൊമ്പും പാലോ? നിങ്ങൾ എന്തിന്റെ കാര്യമാണ് ഇപ്പൊ പറയണത്? ഹൈ, കുട്ടിശങ്കരന്റെ. കുട്ടിശങ്കരനോ? അതാരാ? ആന തിരുമേനിക്ക് നടയിരുത്താനാ പൂരത്തിനെ. സാർ സാർ താക സാർ സാർ ഈ മാസം 15-ാം തീയതി മുതൽ അടുത്ത മാസം 31-ാം തീയതി വരെയുള്ള ഡേറ്റ്സ് ആർക്കും കൊടുക്കരുത്. അമേരിക്കൻ പ്രോഗ്രാം റെഡിയായി. ഷീലയെ നമുക്ക് അമേരിക്കൻ മലയാളിക്ക് കൊടുക്കാം. ഒരു പ്രയോജനമില്ല കൃഷ്ണ. അയ്യോ പ്രയോജനം ഉണ്ട് സാർ. ഒരു പ്രോഗ്രാമിന് 5000 രൂപ ഇന്ത്യൻ മണിയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. വെറുതെ ബുദ്ധിമുട്ടണ്ട കൃഷ്ണ, ഇത് കേസ് വേറെയാണ്. എന്ത് കേസായാലും ശരി സാർ എനിക്ക് ഡേറ്റ് തന്നേ പറ്റൂ. സാറിന്റെ കഥാപ്രസംഗം തന്നെ വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആഷ്ബുഷ് ക്നോപ്പ് സ്പോൺസേഴ്സിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാറിന്റെ കാല് പിടിക്കാം. ബുദ്ധിമുട്ടണ്ട. ആസ്ബു സ്പോൺസറോട് പറഞ്ഞേക്ക് ഇത് നടയിരുത്ത് കേസാണെന്ന്. അപ്പൊ ഇത് മൃഗാശുപത്രി അല്ലേ? മൃഗാശുപത്രിയോ? ഒന്ന് പോണ ഇറങ്ങി പോടുന്നത് മനുഷ്യനെ പോകുമല്ലേ മുമ്പിൽ നിന്ന്. ബുദ്ധിമുട്ടിക്കാൻ. സ്മോൾ അടിക്കാനുള്ള വഴിയുണ്ടോ? തന്റെ തബലയെടുത്ത് പണയം വെക്കാം. ചങ്കക്കൊള്ളന് വർത്താനം പോയത് കൃഷ്ണ. നമ്മുടെ ആയുർവേദത്തിന് ഒന്ന് എങ്ങനെ? സ്വാമി ചെറുപ്പമല്ലേ, പ്രേമത്തിന്റെ ഇക്കിളി കൊള്ളുന്ന പ്രായമല്ലേ, ഒരു ലൈൻ പിടിപ്പിച്ചാലോ? അതായില്ല. കൃഷ്ണൻ ഇരിക്കി ഇരിക്കി. രോമൻ രോമം. എന്താ അസുഖം? സാറ് പൂരമാണോ? ചിങ്ങത്തിലെ പൂരം? അതെ. കമ്പ്യൂട്ടറിന് ഒന്നും തെറ്റാറില്ല, ഇതുവരെ ഒന്നും തെറ്റിയിട്ടുമില്ല. ഞാനൊരു കാര്യം പറഞ്ഞ സ്വാമി ഞെട്ടുവോ? നിങ്ങളൊരു പെൺകുട്ടി മോഹിക്കുന്നുണ്ട്. ആര് ആരെന്നൊന്നും കമ്പ്യൂട്ടറിന് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ ഒരു ഇരുചക്ര വാഹനവുമായി ബന്ധമുള്ളതാണ് ആ പെൺകുട്ടി എന്ന് കമ്പ്യൂട്ടറിന് പറയാൻ കഴിയും. ചുമ്മാ എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടി അറിയത്തില്ല. അറിയില്ലായിരിക്കാം, പക്ഷെ അറിയണം. കാരണം ആ പെൺകുട്ടി നിങ്ങളെ മോഹിക്കുന്നു. വെറുതെ അല്ല കൃഷ്ണൻ ആൾക്കാർ പൊതിയുന്നത്. കമ്പ്യൂട്ടറിൽ അവിടെ വഴി ഞെക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഉത്തരം കൃത്യ. ഇപ്പൊ ബോധ്യമായോ? ഓ വീണു. മിസ്റ്റർ അനന്തൻ, കാണാൻ കൊതിക്കുന്ന അനന്തനോട് പാതിയടഞ്ഞ വാതിൽപ്പാളികളിൽ മുഖമോർത്തിക്കൊണ്ട് അവൾ ചോദിക്കുകയാണ്, പടിവാതിൽ പാതി ചാരിക്കടന്നു പോകും, കരൽ പാതി ചാരിക്കടന്നു പോകും. രോമാഞ്ചൻ രോമാഞ്ചൻ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ നേരാണോ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് സ്വാമിക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ? വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പ്ലീസ്. പ്രേമത്തിന്റെ പച്ചപ്പുൽമേട്ടിലേക്ക് പിച്ച വെച്ച് നടക്കാൻ വെമ്പുന്ന ഒരു പെൺകുട്ടിയുടെ വിതുമ്പുന്ന വികാരം നളദമയന്തി കഥയിലെ ഹംസയുടെ ദൂത് പോലെ. ഹംസയല്ല, ഹംസം. അതെ, അതുപോലെ. ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിരാകരിക്കാം, സ്വീകരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. പ്രമേയം പ്രേമമാണ്. ഒരു മിനിറ്റ്. ലൈം ജ്യൂസ് കഴിക്കല്ലേ? 2 ലൈം ജ്യൂസ്. സോറി, ഞാൻ സപ്ലയർ അല്ല. SI താമരാക്ഷിയുടെ. ചേച്ചിക്ക് എന്നെ അറിയാം.
ഐ ആം ജാതക് കൃഷ്ണൻ. ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ ഒരു അൾട്രാ മോഡേൺ ഹോറോസ്കോപ്പ് ക്ലിനിക് തുടങ്ങിയിട്ടുണ്ട്. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്. അച്ഛനെ പോലെ ഓലലെടുത്തൊക്കെ നിർത്തിയോ? അത് ഓൾഡ് സ്റ്റൈൽ, ഇപ്പൊ ന്യൂ സ്റ്റൈൽ. കുട്ടിക്ക് ജാതക പൊരുത്തം വല്ലതും നോക്കണമെങ്കിൽ SI അദ്ദേഹി എന്നെ ഏൽപ്പിക്കൂന്ന് എനിക്കറിയാം. കുട്ടിക്കും പൊരുത്തം നോക്കാം. വേണ്ട താങ്ക്സ്. എന്താ? ഞാൻ കന്യാസ്ത്രീയാൻ പോവാ. കൊഴിഞ്ഞു വീണ ആ പ്രേമപുഷ്പത്തെ കണ്ടില്ലേ? എവിടെ എവിടെ? അതാ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കൂ. ഒരു ജാതകന്റെ പഴയ പ്രണയകഥയിലെ നായികയാണ് അവൾ, ലൈല മജ്നു പോലെ. ആണോ? എന്നാ ഞാൻ വരട്ടെ. എത്ര ജാതകം കണ്ട കണ്ണാണതെന്ന് സ്വാമിക്ക് അറിയാമോ? എന്താ കൃഷ്ണ, പഴയ പ്രേമബന്ധം പുതുക്കിയോ? താൻ എന്താ ഈ പറയുന്നേ? പോട്ടെ കൃഷ്ണ, സ്വാമിയോടൊന്നും ഇനി ഒളിച്ചേക്കേണ്ട കാര്യമില്ല. ഇപ്പൊ സ്വാമി നമ്മളെ സ്വന്താളാ. സ്വാമിക്ക് വേണ്ടി നമ്മൾ മരിക്കും. കൃഷ്ണൻ ആ പെൺകുട്ടിയായിട്ട് പ്രേമമായിരുന്നു? അതൊരു പഴയ കഥ. എങ്ങനെ പ്രേമമായേ? ഒക്കെ തുറന്ന് പറഞ്ഞു കൊടുത്താലേ കൃഷ്ണ, അല്ലെങ്കിൽ ഞാൻ കേറി പറഞ്ഞ ആകെ വൃത്തികേടാക്കും. അതെ, ഞങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നു. യാന്ത്രികമായ പ്രേമം, ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് റൊമാൻസ്. എന്നിട്ട് പിന്നെ വിശദീകരിക്കാൻ പറ്റൂല സ്വാമി. സ്വാമി, ഞാൻ ഉള്ളത് ചോദിക്കുക. സ്വാമിയുടെ വാസസ്ഥലത്തിനടുത്തെങ്ങാനും ഇരുചക്രത്തിൽ നടക്കുന്ന സുന്ദരികൾ വല്ലവരും ഉണ്ടോ? ഇല്ല. ഇല്ലേ? കൊച്ചി കള്ള. അങ്ങനെ ഒരു പെണ്ണ് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. കമ്പ്യൂട്ടറിന് ഒരിക്കലും തെറ്റുപറ്റില്ല. സത്യമായിട്ട് ഞാൻ ഇതുവരെ ആരും പ്രേമിച്ചിട്ടില്ല. പാവം. പ്രേമിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. സ്വാമി നല്ല സ്റ്റൈലായിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഒരു പ്രേമലേഖനം എഴുതിക്കൊണ്ട് പോവാ. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടി വന്നാൽ ഞാൻ ഏറ്റു. താനൂർ താഹ. ആഹാ. ഈ പ്രേമകഥയിൽ ഒരു വില്ലൻ കടന്നു വരാൻ ഞാൻ അനുവദിക്കൂല. അതേത് ശക്തിയായിരുന്നാലും ശരി. അവന്റെ കുടൽ ചേമ്പലേ പാക്ക് ചെയ്യട്ടെ. അവന്റെ കുടൽ ചേമ്പലേ പാക്ക് പണിട്ടുമാ. അയ്യോ കടവുളെ, പാവം കിടക്കും. ആര് കടന്നാലും ശരി, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇടപെടും. വഴക്കിനും വയ്യവേലിക്കൊന്നും പോകണ്ട. അവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. സ്വാമി ഇക്കാര്യത്തിൽ ഇടപെടരുത്. അവനെ കുറിച്ച് രണ്ട് കൊടുത്താലോ? തല്ലാനോ? അത് വേണോ? വേണം. സ്വാമിക്ക് വേണ്ടി ഞാൻ അവനെ തല്ലു. സ്വാമി ധൈര്യമായിട്ട് പോ. പോട്ടെ. താഹ പറഞ്ഞതല്ലേ, സ്വാമി ധൈര്യമായിട്ട് പൊക്കോ. പോ. പൊക്കോ. ഡോ, താൻ എന്തർത്ഥത്തില്ല സ്വാമിക്ക് ധൈര്യം കൊടുത്ത്? തല്ലാൻ തന്നെ ഞാൻ തല്ലു. താൻ ഇതുവരെ തല്ല് കൊണ്ടിട്ടുള്ളതല്ലാതെ വല്ലവർക്കും കൊടുത്തിട്ടുണ്ടോ? ഒരു ആവേശപ്പുറത്ത് അങ്ങനെ പറഞ്ഞല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാനിങ് ഇല്ലാതെ നടക്കില്ല. എന്തായാലും അവനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ച് ഞാൻ കമ്പ്യൂട്ടറിൽ ഒന്ന് ഫീഡ് ചെയ്യട്ടെ. എങ്ങനെ നടക്കുവോ? നോക്ക. ഞാൻ എത്ര നേരം കാത്തിരിക്കുന്നു. സോറി, പിണങ്ങരുതേ. ഞാനേ ക്യാമ്പിന് പോവാ. എന്ന്? ഈ മാസം 31-ാം തീയതി. വേണ്ട, പോണ്ട. പോകാതെ പറ്റുമോ മോളെ? ഇത് ലൈൻ വേറെയാണല്ലോ. ഈ കഥയിലെ നായിക പറഞ്ഞ ആളല്ലല്ലോ, ഒരു പുതുമുഖമാണല്ലോ. കൊള്ളാം. തുണി മോഷ്ടിക്കാണല്ലേ? കുറച്ചുകൂടെ അടുത്തിരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? സംസാരം കേൾക്കുന്നില്ലല്ലോ. വെറുതെ. ആഹാ. എന്നെ ഓടിക്കരുത്, എന്റെ പ്രഷർ കൂടും. എന്താ? എന്തു വേണം? എന്താ? ഒരു സഹായം വേണം. സാമ്പത്തിക സഹായം വല്ലതുമാണെങ്കിൽ വീട്ടിൽ വരണം. അയ്യോ, എന്നെ കണ്ട അങ്ങനെയാണെന്ന് തോന്നുമോ സർ? ഇത് സാമ്പത്തികമല്ല, ശാരീരികവും മാനസികവുമായ ഒരു സഹായമാണ്. മനസ്സിലായില്ല. എന്താ? അത് ഈ കോർട്ടിൽ നിന്ന് പറയാൻ പറ്റില്ല, അങ്ങോട്ട് മാറി വന്നാ പറയാം. വിജയലക്ഷ്മിയെ കാണാനും കല്യാണം കഴിക്കാനുള്ള സൗകര്യം ഞാൻ ഉണ്ടായിത്തരാം. അല്ല, നിങ്ങളാരാ? വിജയലക്ഷ്മിയുടെ അമ്മാവൻ. വെറുതെ ആലിന്റെ ചോട്ടിലും അമ്പലക്കുളത്തിലും കുറ്റിക്കാട്ടിലും കടപ്പുറത്തൊന്നും കറങ്ങി തിരിയേണ്ട കാര്യമില്ല. ആലോചിക്കാൻ ഒന്നുമില്ല, എല്ലാം മംഗളമായിട്ട് ഭവിക്കും. ഞാനല്ലേ പറയുന്നത്? ഞങ്ങളെ അനുഗ്രഹിക്കണം.
കൈയും വെച്ചുകൊണ്ട് മരണത്തെ മുന്നിൽ കാണുന്ന നിമിഷങ്ങളാണ്. എല്ലാം സ്വാമിക്ക് വേണ്ടി, സ്വാമിക്ക് വേണ്ടി ചിലപ്പോൾ ഞങ്ങൾ മരിച്ചു വീണെന്നും വരാം. അതിൽ സ്വാമി ദുഃഖിക്കരുത്. മടങ്ങിയിരിക്കുന്ന മനുഷ്യത്തെങ്കിലും വരട്ടെ. സ്വാമി ഒരല്പം മാറി ഒതുങ്ങി നിന്നോ. എന്തളവൊക്കെ വേണം? അളവൊന്നും ഇതല്ല സ്വാമി. ബാക്കി നമുക്ക് പരിപാടി സ്ഥലത്ത് വെച്ച് കാണാം. സ്വാമിയോട് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. എല്ലാവരും അഡ്ജസ്റ്റ്മെന്റിലായിരിക്കണം. കാര്യങ്ങൾ തല്ലൊന്നും ദേഹത്ത് കൊള്ളരുത് കേട്ടോ. ദേഹം ഇവിടെ ആരുമില്ലേ? അയ്യോ അമ്മേ, അയ്യോ ആരുമില്ല. നിന്നെ നീ അവിടെ മാറി. എവിടെ പോയി? ആ വലിയ സാമ്യോ എന്തേ? ഞാൻ എന്തിനും അന്വേഷിച്ചു വന്നതാ. അവിടെ ഇല്ലേ? ഇല്ല. എന്നാ പുറത്തെവിടെയും പോയി കാണും. സാമി ഇരിക്കും. ഒരു പായല്ലോ. പായില്ലേ? ഇല്ല. ഇല്ലേ? പായില്ലേ? ഇത്രയും കാലം നിങ്ങളോട് താമസിച്ചിട്ട് ഒരു പായ വാങ്ങി വെക്കാൻ പറ്റില്ല. വലിയ കഷ്ടത്. അങ്ങനെയല്ലാന്ന്. അതിന് ഇഷ്ടം പോലെ പായും കിടക്കൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ആ പാ അല്ലത്. ഇത് സരിഗമപ്പ. ഗമ വരെ ഓക്കെ. സരിഗമപ്പ പാന കെട്ടണ്ടില്ല. ശവം പോലെ എടുത്ത് കണ്ടില്ല നിങ്ങള്? എപ്പോഴാ പോയത്? ഇന്നലെ. ഇന്ന് രാവിലെ പെട്ടെടുത്ത് നോക്കുമ്പോ പാല്ല. അത് ശരി. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എന്റെ കൊലക്കേസറ്റാ? ഇതിലൊരു അക്ഷരം പോയതാന്ന്. ഇതിനെ പറ്റി വല്ലതും അറിയോ? ഓ ഇതിലപ്പാ. അത് ശരിയാക്കി തരാം. എനിക്കറിയാതെ. പ്രശ്നമല്ല. ഇത് ഹാർമോണിയം അല്ലേ? പിന്നെന്താ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്ത്. ചെറുതല്ല, വലുത് തന്നെ. ആയിക്കോട്ടെ. മതി. ഇതൊന്നും പ്രശ്നമല്ല. നീങ്ങിക്ക്. ഞാൻ തരാം. പേടിക്കുന്ന ഓരോന്ന് ഞാൻ തരാം. പിടിച്ചോ. എന്താ ഉണ്ട്? എന്താ സ്വാമി നിങ്ങൾ ഇങ്ങനെ കുലുക്കി നോക്കണ്? പാവം പാതില് വീണെടുക്ക. കേട്ടാ കേട്ടാ. ഇതാണ് പാ. അടിയോടടി അടിയോടടി തകിലടി തപ്പടി താളം കൂട്ടിയടി മെതിയടി ചെകിടടി കയ്യടി കാലടി മുഖമടി ചാനടി. അതെ, ഭീകരിയായ മനുഷ്യസ്ത്രീ രണ്ട് മനുഷ്യാത്മാക്കളെ തേടി നടന്നു വരികയാണ്. ജീവിതത്തിന്റെ മോഹഭംഗങ്ങളിൽ, ദാരിദ്ര്യത്തിന്റെ സമ്പന്നതയിൽ ഇതൊന്നും അറിയാത്ത പാവം മനുഷ്യർ അവരുടെ താവളങ്ങളിൽ പാട്ടുപാടി ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ ഇവിടെ അവൾ ആ താവളത്തിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞു. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ. അതും ഞാനോ? കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ റിഹേഴ്സൽ കണ്ടിന്യൂ ചെയ്തോ. ഞാൻ ഇപ്പോ വരാം.
ഭാഗ്യത്തിന്. ഞങ്ങൾക്കൊരു പരാതിയില്ല. നമസ്കാരം. അയ്യോ അല്ലോ. അടിയോടടി അടിയോടടി തകിലടി തപ്പടി താളം കൂട്ടിയടി പ്രസിദ്ധ ഗായകൻ. ലതിയടി ചെകിടടി കൈയടി കാലടി മുഖമടി ചാഞ്ഞടി. ചെല്ലിയല്ലേ, ഒരു പരുവ വാങ്ങിയിട്ടുണ്ട്. ആരെ? നിങ്ങളുടെ ആളെ തന്നെ. ആ ആ ചെല്ല്. സ്വാമി ഇങ്ങനെ ഒരു കൊലച്ചതി ചെയ്യുമെന്ന് ഞങ്ങള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അയ്യോ, എന്ത് ചതി? ആ എസ്.ഐയുടെ സഹോദരിയെ പറ്റി ഞങ്ങൾ പറഞ്ഞത് വെറുതെയാ. അയ്യോ, ഒരു കഥാപ്രസംഗ വേദിയിലായിരുന്നു സംഭവിച്ചെങ്കിൽ എത്ര മനോഹരമായിരുന്നു. കമ്പ്യൂട്ടർ എന്നെ ചതിച്ചു. ഇക്കാര്യം കമ്പ്യൂട്ടർ എന്നോട് പറഞ്ഞില്ല. നീ സബൂറാക്ക്. ഈ പുതിയ കഥ ഞാനിനി അവിടെ അവതരിപ്പിക്കും. എങ്ങനെ അവതരിപ്പിക്കും? അല്ലോ, 6 മാസം കഴിഞ്ഞേ എനിക്ക് വെളിക്കിറങ്ങാൻ നോക്കൂ. അയ്യോ, മുറിവാന്നോ? അല്ല, അറിവാ. പോണോ വന്നെ പട്ടരെ.